നമസ്കാരം. ഇത് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ. അയാൾ ഒരു മുൻ കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസ് അയാളെ ഇപ്പോൾ പുറത്താക്കിയിരിക്കുകയാണ്. അയാളെ ഏറ്റവും പുതിയ കേസിൽ കഴിഞ്ഞ ദിവസം രാത്രി പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ദൃശ്യങ്ങളാണ്. ഇത് പോലീസ് തന്നെ പുറത്തുവിട്ടതാവണം. ആ പോലീസ് സംഘത്തിൻ്റെ കൂടെ ഒരു വനിതാ SI കൂടിയുണ്ട്. അതവർ മനഃപൂർവ്വം കൂട്ടിയതാണെന്ന് തോന്നുന്നു. കാരണം രാഹുലിൻ്റെ ഫ്ലാറ്റിലോട്ടാണ് ചെല്ലുന്നത്. ഇനി അവിടെ സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂടെ കൂട്ടാനായിരിക്കാം. അല്ലെങ്കിൽ തന്നെ ഈ വനിതാ SI ഇതിനു മുമ്പ് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ ഉൾപ്പെട്ട ഒരു നീല ട്രോളി വിവാദം ഓർമ്മയുണ്ടോ? ആ സമയത്ത് പോലീസുകാർക്ക് നേരെ തിരിഞ്ഞ് നിങ്ങൾക്ക് ഇതിനുള്ള പാരിതോഷമൊക്കെ ഞാൻ തരുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ഈ വനിതാ SI ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു പകരം വീട്ടാനായിരിക്കാം ബോധപൂർവ്വം ഒരുപക്ഷെ പോലീസുകാർ ഈ SIയെ കൂടെ കൂട്ടിയത്, ഈ വനിതാ SIയെ കൂടെ കൂട്ടിയത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പുതിയ ഈ പീഡനവും കഥയും നമ്മളിപ്പോൾ അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അറിഞ്ഞിടത്തോളം എല്ലാം ഏതാണ്ട് ഒരേ പാറ്റേണാണ്. ഇപ്പോൾ തമിഴിലൊരു സിനിമയുണ്ടല്ലോ, രാക്ഷസൻ എന്ന് പറഞ്ഞ സിനിമ, വലിയ സൂപ്പർ ഹിറ്റായിരുന്നു. അതിലൊരു സൈക്കോയുടെ കഥയാണല്ലോ ഉള്ളത്. അപ്പോൾ ആ സൈക്കോ ഇരകളെയൊക്കെ തേടി പിടിച്ച് കൊല്ലുന്നത് ഏതാണ്ട് ഒരേ പാറ്റേണിൽ തന്നെയാണ്. അപ്പോൾ ആ സൈക്കോ അത് സിനിമയാണ്, പക്ഷേ ആ സൈക്കോ ഒന്നുമല്ല എന്നാണ് തോന്നുന്നത് ഈ രാഹുലിനെ പറ്റി കൂടുതൽ അറിഞ്ഞു കഴിയുമ്പോൾ. കാരണം ഇയാളുടെ ഇരകളെല്ലാം വിവാഹിതരായവരാണ്. അതിനുശേഷം അവരോട് അടുക്കുന്നു, അവർക്ക് വിവാഹ വാഗ്ദാനം കൊടുക്കുന്നു. പിന്നീട് 10 രൂപ മടക്കിയാൽ മതി, പക്ഷേ അതിന് പുള്ളി തയ്യാറാവുന്നില്ല. അത് അവരിൽ കുഞ്ഞു വേണം എന്ന് പറയുന്നു. അങ്ങനെ ഗർഭിണിയാവുന്നു. അതിനുശേഷം അത് വേണ്ട, അതിനെ നശിപ്പിച്ച് കളയാൻ ആവശ്യപ്പെടുന്നു. നിർബന്ധിച്ച് പിന്നെ ഗർഭചിത്രം നടത്തിക്കുന്നു. എന്തിനു വേണ്ടിയാണ് അത് അങ്ങനെ ചെയ്യിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിവാഹിതയായിട്ടുള്ള സ്ത്രീയാണ്, ഗർഭിണിയായാലും പിന്നെ അത് നശിപ്പിച്ചാലുമൊക്കെ ഇവൻ്റെ പേരിൽ യാതൊരു തെളിവായിട്ടും വരില്ല. അത് പുറത്തറിഞ്ഞാലും ആ പഴിയെല്ലാം ആ പെണ്ണിനെ തന്നെ വരത്തുള്ളൂ, അല്ലെങ്കിൽ ആ പെണ്ണിൻ്റെ ഭർത്താവായിരിക്കുന്ന ആൾക്ക് വരത്തുള്ളൂ. ഇത് കുരുട്ടു ബുദ്ധിയാണ്. ഇതാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സിനിമയിലെ സൈക്കോ എന്ന് ഒന്നുമല്ല എന്ന് പറയാനുള്ള കാരണം അതാണ്. ആരെയാണ് കൊല്ലുന്നത് എന്നും കൂടി ഓർക്കണം. സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞിനെയാണ് ഈ കൊല്ലുന്നത്. ഒന്നല്ല 2 കേസായിപ്പോൾ. വേറൊരെണ്ണം ഗർഭചിത്രം നടത്തിയിട്ടില്ല എന്നാണ് അറിയുന്നത്. പക്ഷേ ഇയാൾ ഇതൊന്നും നിഷേധിച്ചിട്ടില്ല. ഇവരുമായിട്ട് ബന്ധമുണ്ടായിരുന്നെന്നും ആദ്യം സുഹൃത്തായിരുന്നെന്നും പിന്നെ ബന്ധമുണ്ടായിരുന്നെന്നും ഇതൊന്നും അയാൾ തള്ളിപ്പറയുന്നില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്കറിയാത്തതുള്ളൂ. ഇത് ഒരെണ്ണം പോലും എനിക്ക് ഈ പെൺകുട്ടീനെ അല്ലെങ്കിൽ സ്ത്രീനെ എനിക്ക് അറിയില്ലെന്നോ അവരുമായിട്ട് ബന്ധമില്ല എന്നൊന്നും ഇയാൾ പറഞ്ഞിട്ടേ ഇല്ല. പക്ഷെ ഇതുവരെ അറിഞ്ഞ വിവരങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ 2 കേസിൽ ഗർഭചിത്രങ്ങൾ നടന്നു കഴിഞ്ഞു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഈ 2 കേസിലും അയാളുടെ സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞിനെയാണ് അയാൾ കൊന്നിരിക്കുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ചോദിക്കുക? ഇയാൾക്ക് ഭാവിയിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. പക്ഷേ ഒരു സ്ത്രീ ഈ അലസിപ്പിച്ച് കളഞ്ഞ ഈ ഭ്രൂണത്തിൻ്റെ സാമ്പിൾ സൂക്ഷിച്ചു വെച്ചിരുന്നു ഇയാൾക്കെതിരെയുള്ള തെളിവായിട്ട് എന്നുകൂടി ചില മാധ്യമങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ കേരളത്തിൽ നടക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കിക്കുക. അയാളെ ഒരു വലിയ സൈക്കോയാണ്. അപ്പോൾ അയാളെ ചുറ്റിപ്പറ്റിയുള്ള കഥകളിലും നമുക്ക് അവിശ്വസനീയമായിട്ടുള്ള, സിനിമയിൽ മാത്രം പലപ്പോഴും പല സംവിധായകരും തിരക്കഥാകൃത്തുകളൊക്കെ അവരുടെ ഭാവന ചേർത്തിട്ടാണ് ഓരോ സിനിമയൊക്കെ നിർമ്മിച്ച് നമ്മളെ കാണിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നിരിക്കുകയാണ്. പാലക്കാട് MLA ആണ് അതിലെ വില്ലൻ വേഷത്തിൽ നിൽക്കുന്നത് എന്ന് ഓർക്കുക. 2 കേസിൽ സ്വന്തം കുഞ്ഞിനെ തന്നെ നശിപ്പിച്ച് കളയാൻ അയാൾ നിർബന്ധിച്ചു അതങ്ങനെ ചെയ്തിരിക്കുന്നു. ഇതിനകം തന്നെ മറ്റൊരു വാർത്ത കൂടി അറിഞ്ഞുകൊണ്ട് ഇയാളുടെ പീഡനങ്ങൾ ഏറ്റവരെല്ലാം കൂടെ അതിജീവിത അവരെല്ലാവരും കൂടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് വേണമെങ്കിൽ തന്നെ 3-4 ഒരുപക്ഷെ അതിലും കൂടുതൽ ആളുകൾ വേണം. എന്തൊക്കെയാണ് ഇനിയും പുറത്ത് വരാനുള്ളത് എന്നൊരു പിടുത്തമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ ന്യൂസ് ഞാൻ എടുക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. മുമ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് തന്നെ തല ചെകിടിക്കത്തില്ലേ? അതുകൊണ്ട് ഇതൊരു അലന്ന കേസ്, ഏത് വഴിയെങ്കിലും പോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒഴിവാക്കി വെച്ചിരുന്ന സാധനം. പക്ഷേ ഇവൻ നമ്മുടെ ഇടയിൽ ജീവിച്ച ഇത്ര വലിയൊരു സൈക്കോ ആയിരുന്നു എന്ന് ഇവനെ ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ട് നടക്കുന്ന കുറേ ആളുകളുണ്ട്. അവരത് തിരിച്ചറിയണം. ഇവൻ ശരിക്കും ആരാണെന്ന്, ഇവൻ ഭയങ്കര കുറ്റവാളിയാണെന്നും, ഇവൻ ഈ വല്ലാത്ത രീതിയിലുള്ള ചിന്താഗതിയോടെ നടക്കുന്ന ഒരു കറ തീർന്ന കുറ്റവാളിയാണെന്നുള്ള ബോധ്യം ഇവനെ ഇപ്പോഴും വിശ്വസിച്ച് നടക്കുന്ന ബാക്കിയുള്ളവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയെങ്കിലും പറഞ്ഞത്.